ചേട്ടാ നമസ്കാരം. നമസ്കാരം. ട്രംപ് തറക്കളി കളിക്കുകയാണ് എന്നാണ് ഇന്ന് ട്രംപിന്റെ ചില പ്രസ്താവനയൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ തോന്നിയത്. പക്ഷെ ഇന്നലെ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. ഈ കണ്ട കാലം ചത്തു എന്നാണ് ഇന്നത്തെ വാർത്തകളൊക്കെ പുറത്തു വന്നത്. അയാളെ ചത്തുപോയി, അറിഞ്ഞില്ലേ? ട്രംപ് മരിച്ചു. ഞങ്ങൾക്ക് ട്രംപ് മരിച്ചോ? അപ്പോ ഈ മാധ്യമങ്ങളൊക്കെ വാർത്ത കൊടുത്തിരിക്കുന്നു ട്രംപ് മരിച്ചു എന്ന്. അമേരിക്കൻ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യാം. നമ്മൾ കുറച്ച് നാളായിട്ട് ഈ വാർത്തയൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ ട്രംപിന് ഡിമെൻഷ്യയാണ്, കാരണം വട്ടാണ്, ഇവന് വട്ടാണ് നാട്ടുകാർ പറയുന്നത്. പോരാത്തതിന് ഈ പുടിൻ വന്നപ്പോ ഈ ട്രംപിന്റെ ചുവന്ന പരവതാനിയിൽ പുടിനും ട്രംപും കൂടെ ഏറ്റുമുട്ടി എന്ന് പറയാം. ആലങ്കാരികമായിട്ട് പറയുന്നതാണെങ്കിലും പുടിൻ വളരെ സ്റ്റബോണായിട്ട് നടന്നു വരുമ്പോൾ ട്രംപ് തത്തക്ക പുത്തക്ക എന്ന് പറഞ്ഞാണ് നടന്നു വരുന്നത്. അപ്പോൾ അത് ട്രംപിന്റെ ഞരമ്പുകൾക്കുള്ള എന്തോ ഒരു വിഷയമാണെന്ന് അവർ പറയുന്നു. ഉച്ചയ്ക്ക് പറഞ്ഞാൽ ഞരമ്പ് രോഗമാണ് എന്ന് പറയുന്നു. പിന്നെ പോരാത്തതിന് ട്രംപ് ഇപ്പോ 80 വയസ്സായി. അമേരിക്കൻ ചരിത്രത്തിൽ തന്നെ ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഏറ്റവും വയസ്സായിട്ടുള്ള ഈ പ്രസിഡന്റ് ട്രംപ് ആണ് എന്നൊക്കെ പറയപ്പെടുന്നു. അപ്പൊ ട്രംപിന് എവിടെയൊക്കെയോ എന്തൊക്കെയോ കിളികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം ഇതൊന്നും ആരും അംഗീകരിച്ചിരുന്നില്ല. അംഗീകരിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഒരു ചർച്ചയിൽ വിജയേട്ടൻ പറഞ്ഞല്ലോ, കാരണം ഒരു ഭരണാധികാരിക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ മാർക്കറ്റിനെ അത് വല്ലാണ്ട് ബാധിക്കും. അതുകൊണ്ടാണ് പുടിനൊക്കെ റഷ്യയിലേക്ക് വരുമ്പോൾ അപ്പിയിടാനുള്ള കക്കൂസ് കൂടെ കൊണ്ടുവരുന്നത്. കാരണം ആ മലം പോലും ഇവരെ പരിശോധിക്കാൻ അനുവദിക്കില്ല. പുടിനൊക്കെ എന്തെങ്കിലും മാറാരോഗം ഉണ്ടെന്ന് കണ്ടെത്തി റഷ്യക്ക് ഇവന്മാര് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ റഷ്യയുമായിട്ട് കരാർ ഒപ്പിടാൻ നിൽക്കുന്ന ആൾക്കാരൊക്കെ നാളെ അയാൾ തട്ടിപ്പോകും. പിന്നെ ആര് വരുന്നെന്ന് ആർക്കറിയാം. അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ മരവിപ്പിച്ച് വയ്ക്കാം, ആരെങ്കിലും വരട്ടെ എന്നൊക്കെ വിചാരിച്ച് നിൽക്കും. അപ്പൊ അങ്ങനെ ഈ ട്രംപിന് അസുഖമുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്ത് വരുമ്പോഴും പല മാധ്യമങ്ങളും പറയുന്നില്ല അങ്ങനെ കുഴപ്പമൊന്നുമില്ല, അയാൾ വളരെ ആരോഗ്യവാനാണെന്നൊക്കെ പറയുന്നു. പക്ഷെ ഞാനും വിചാരിച്ചു അങ്ങനെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പൊ കഴിഞ്ഞ ദിവസം JD വാൻസ് ഒരു ഡയലോഗ് അടിച്ചു, എല്ലാവർക്കും വേണ്ടി രമണൻ ഗോതയിലേക്ക് ഇറങ്ങുന്നതാണ് എന്ന് പറയുന്നത് പോലെ എല്ലാവർക്കും വേണ്ടി ഞാൻ അടുത്ത പ്രസിഡന്റ് ആയിക്കോളാം. അതിന് ആ ഒരു ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്നാണ് JD വാൻസ് പറയുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി ട്രംപ് ഉടനെ തട്ടിപ്പോവായിരിക്കുകയാണ് എന്ന് എനിക്ക് ആ സമയത്ത് മനസ്സിലായി. രണ്ടാമത്തെ കാര്യം, ഇയാൾക്ക് ഈ വട്ട് ബാധിച്ചുകൊണ്ടാണോ എന്ന് അറിയില്ല, ഇന്നൊരു വലിയൊരു നീക്കം ഇയാൾ നടത്തിയിട്ടുണ്ട്. ഇയാൾ ഈ താരിഫ് 50% നമുക്ക് അടിച്ചു തന്നെ നമുക്ക് രോമത്തിൽ പോലും ആയില്ല എന്ന് ട്രംപിന് മനസ്സിലായി. പോരാത്തതിന് ഇന്ത്യയുടെ GDP കഴിഞ്ഞ ആദ്യ പാദത്തിൽ 6.5 ആയിരുന്നു, ഇപ്പൊ 7.8 കുതിച്ചുയർന്നു. EY റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അതിൽ പറയുന്നത് ഇന്ത്യ 2038 നരേന്ദ്രമോദി 2047 പറഞ്ഞെങ്കിൽ ഇത് പറയുന്നത് 2038 ചൈനയെ വരെ മറികടന്നുകൊണ്ട് അമേരിക്കയെ അടിക്കാൻ പാകത്തിന് ഇന്ത്യ വലിയ സമ്പദ് വ്യവസ്ഥയായിട്ട് വളരും. നമ്മുടെ സമുദ്രോത്പന്നങ്ങളെല്ലാം വിറ്റുപോകുന്നുണ്ട്. വ്യാപാരികളെല്ലാം നമുക്ക് കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കണം. നമ്മുടെ കിറ്റക് സാബും ഒക്കെ അവിടെ വലിയ മാർക്കറ്റ് തന്നെ തുടങ്ങി. ഇത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇവിടെ ഓണക്കച്ചവടം എന്നൊക്കെ പറഞ്ഞ് വലിയ മാർക്കറ്റ് തന്നെ തുടങ്ങി. ആൾക്കാർ അങ്ങോട്ട് ഇരച്ചു കയറുന്നു. പോരാത്തതിന് നമ്മുടെ സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുമെന്ന് പറയുന്നു, അമേരിക്കൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് ബഹിഷ്കരിക്കുമെന്ന് പറയുന്നു. അതിന്റെ ഇടയിൽ അമേരിക്കയിലെ കോടതി ഉത്തരവിടുന്നു ട്രംപിന്റെ താരിഫ് ഇല്ലീഗലാണ്, ഇത് വലിയ സംഘർഷങ്ങൾ ഉണ്ടാക്കും, നമുക്ക് തന്നെ പണി കിട്ടുമെന്ന് പറയുന്നു. അപ്പൊ ട്രംപ് കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞത് ഇതുപോലുള്ള കോടതികളാണ് നമ്മുടെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നത് എന്നാണ് കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞത്. എന്നിട്ട് കോടതിയുടെ ഉത്തരവ് ട്രംപ് മരവിപ്പിച്ചു. അങ്ങനെ ചെയ്തു. ഇപ്പോ ട്രംപ് ഇന്ത്യക്ക് ഇത് രോമത്തിൽ ഏൽക്കുന്നില്ല എന്ന് കണ്ട് യൂറോപ്യൻ രാജ്യങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ താരിഫ് ചുമത്തണം അവർക്ക്, അതായത് നിങ്ങളും അതുപോലെ ഇന്ത്യക്ക് പിഴ ചുമത്തണമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. യൂറോപ്യൻ നേതാക്കളോട് ട്രംപ് വളരെ കടുകട്ടിയിൽ സംസാരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ യൂറോപ്പിലേക്ക് എണ്ണ കയറ്റുമതി ചെയ്യുന്നുണ്ടല്ലോ, ഈ റഷ്യ എണ്ണ സംസ്കരിച്ച്, അത് നിങ്ങൾ ഇനി മേടിക്കരുത്. അവൻ റഷ്യയുടെ എണ്ണ മേടിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ എണ്ണ നിങ്ങൾ മേടിക്കരുത് എന്നാണ് ഇപ്പോൾ യൂറോപ്പിനോട് പറയുന്നത്. അപ്പൊ എനിക്കിത് കേട്ടപ്പോൾ നമ്മുടെ ജയശങ്കർ പറഞ്ഞ ഒരു കാര്യമാണ് ഓർമ്മ വരുന്നത്. യൂറോപ്പ് നമ്മളെ കയ്യിൽ നിന്ന് എണ്ണ മേടിച്ചെങ്കിൽ യൂറോപ്പ് പട്ടിണിയിലാവും. അത് അത്ര മാത്രമേ നടക്കാൻ പോകുന്നുള്ളൂ. ട്രംപിന്റെ ഈ ഭീഷണി കേൾക്കാൻ പോകുന്നുണ്ടോ, എന്താണ് തോന്നുന്നത്? എനിക്ക് ഒരു കാര്യം ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴേ ധനുഷ് പുള്ളിയുടെ രോഗത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ എന്തോ അമേരിക്കയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇതിന് മുമ്പിരുന്ന നമ്മുടെ പ്രസിഡന്റ് ജോ ബൈഡൻ, അദ്ദേഹത്തിനും അനാരോഗ്യം ഒരു വലിയ വിഷയമായിരുന്നു. എന്താണോ അതൊരു എന്ത് ഒരു വിരോധാഭാസമാണ്. രണ്ട് പാർട്ടിയും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്, രണ്ട് ലീഡർമാര് തന്നെയാണ്. പക്ഷെ ആ പ്രസിഡന്റും ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോ ട്രംപും ഇത്തരത്തിൽ തന്നെ പോയി. ഇത് JD വാൻസ് പറഞ്ഞതാണ് അല്പം ചിരി ഉണർത്തുന്ന ഒരു കാര്യം. അദ്ദേഹം പറഞ്ഞത് ട്രംപിന് കുഴപ്പമൊന്നും, ഇനി എന്തെങ്കിലും പറ്റും ഞാൻ ഏറ്റെടുക്കാന്ന് പറയുന്നതോടൊപ്പം പുള്ളി പറഞ്ഞ് എനിക്ക് 200 ദിവസത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ വൈസ് പ്രസിഡന്റ് പദവിയിലിരുന്നത്. അപ്പൊ താഴെ വന്ന് നമ്മുടെ ഒരു ബിരുദം ചോദിക്കുകയാണ്, 200 ദിവസമൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ അമേരിക്കനൊക്കെ കൂടുതൽ രാജ്യം ഭരിക്കാൻ പോകുന്നതെന്ന്. പക്ഷെ യാതൊരു എക്സ്പീരിയൻസ് ഉണ്ട്, 200 ദിവസം ട്രംപിന്റെ കൂടെ നടന്ന എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്, അതുകൊണ്ട് ഞാൻ ആയിക്കോളാം. അപ്പൊ ഇത് കണക്കുള്ള കുറെ ടീമുകളാണ്. എന്തായാലും ഇനി അമേരിക്കക്കാര് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോ ഈ ബോഡി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൂടെ ചോദിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവർക്ക് ഇപ്പൊ രണ്ടാമത്തെ പ്രസിഡന്റ് ആണ് ഈ രീതിയിലേക്ക് പോകുന്നത്. പക്ഷെ ട്രംപ് അങ്ങനെയൊന്നും പോകില്ല എന്ന് ഒരിക്കൽ കൂടി വെളിവാക്കുന്ന ഒരു ചിത്രവുമായിട്ടാണ് ന്യൂയോർക്ക് ടൈംസ് ഇറങ്ങിയത്.
ആ ചിത്രത്തിനകത്ത് തന്റെ കൊച്ചുമക്കളുമായിട്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് നടന്നു പോകുന്ന ട്രംപിനെയാണ് അവർ കാണിച്ചിരിക്കുന്നത്. ഊർജ്ജസ്വലൻ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും എനിക്ക് തോന്നുന്നത് അമേരിക്കക്കാർ ഒരു പക്ഷെ ആലങ്കാരികമായിട്ടായിരിക്കും ട്രംപ് മരിച്ചു എന്നൊക്കെ പറയുന്നത്. ഏതായാലും കാരണം അവിടൊക്കെ തന്നെ ഉള്ളവർക്ക് ട്രംപിനോട് വലിയ കലിപ്പുണ്ട്. കാരണം ഇന്നലെ അവിടെ നടന്ന ഒരു സർവേയിൽ, അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റി നടത്തിയ സർവേയിൽ ട്രംപിന്റെ ജനപ്രീതി വല്ലാതെ കുറഞ്ഞിരിക്കുന്നു. 52-ന് 37 മാറിയിരിക്കുന്നു. ഇങ്ങനൊരു സാഹചര്യമൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ട്രംപ് ആക്റ്റീവായി വീണ്ടും സജീവമായിരിക്കുന്നു. ട്രംപ് അടുത്ത ഒരു പണി തുടങ്ങിയിരിക്കുന്നത്, അതായത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോട് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മൾ ഒന്നുകിൽ ഉപരോധം ഇന്ത്യക്കെതിരെ, അതല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ഞങ്ങൾ വാങ്ങുന്നത് പോലെ ഇരട്ടി നികുതി നിങ്ങൾ വാങ്ങണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ വളരെ കൗതുകകരമായിട്ടൊരു കാര്യം ഇന്നലെ സംഭവിച്ചു. അത് എത്ര പേര് അത് വാർത്ത എടുത്തിട്ടുണ്ടെന്ന് ഞാൻ മലയാളം മീഡിയാസിലൊന്നും അത് അധികം കണ്ടില്ല. ഇന്നലെ ശ്രീ നരേന്ദ്രമോദി ടിയാൻജിൻ ചൈനയിൽ എത്തിക്കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് ഒരു കോള് വരുന്നു. മറുതലയ്ക്ക് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയാണ്. സെലൻസ്കി വിളിച്ചിട്ട് പറയുന്നു, താങ്കൾ പുട്ടിനെ കാണുന്നുണ്ടല്ലോ, അക്കൂട്ടത്തിൽ ഞങ്ങളുടെ പ്രശ്നം കൂടെ ഒന്ന് സെറ്റിൽ ചെയ്തു തരണം എന്നായിരിക്കണം പറഞ്ഞത്. അതിനോടനുബന്ധിച്ച് തന്നെ ഒരു വലിയ വാർത്ത കൂടി വന്നു. ഉക്രൈൻ ഏറ്റവും കൂടുതൽ ഡീസൽ നൽകുന്ന രാജ്യം ഇന്ത്യയാണ്. 15.5% ഇന്ത്യ ഉക്രൈന് നൽകുന്ന ഡീസൽ. ഈ ഡീസൽ എവിടെ നിന്ന് വരുന്നതാണ്? എന്തായാലും ഇന്ത്യയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നില്ലെന്ന് എല്ലാവർക്കും അറിയാം. റഷ്യയിൽ നിന്ന്, അതായത് ഉക്രൈനെ ആക്രമിക്കുന്ന റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങി ഇവിടെ കൊണ്ടുവച്ചിട്ട് അതിനെ റിഫൈൻ ചെയ്തെടുത്തിട്ട് അത് നമ്മൾ നേരെ കയറ്റി അടുത്ത ഡീസൽ കൂടുതലായിട്ട് പോകുന്നത് ഈ ആയുധങ്ങൾക്ക്, ഈ ആക്രമണത്തിന് വേണ്ടി തന്നെ ആയിരിക്കും. അതായത് ഒരിടത്ത് അടിക്കുന്നവന്റെ ക്രൂഡ് ഓയിൽ വാങ്ങുന്നു, ഇവിടെ കൊണ്ടുവച്ചിട്ട് അത് ഉക്രൈന് കൊടുക്കുകയാണ്. തിരിച്ചുള്ളതിനുള്ളത് ഇന്ധനവും നമ്മൾ കൊടുക്കുകയാണ്. ഇത് തന്നെ. പക്ഷെ ഇവിടെയാണ് ട്രംപ് പറഞ്ഞൊരു വലിയ ആരോപണം പൊളിയുന്നത്. ട്രംപ് പറഞ്ഞത് എന്താണ്? ഇത് നരേന്ദ്രമോദിയുടെ യുദ്ധമാണ്. റഷ്യക്ക് ഈ എണ്ണ മേടിച്ച് പൈസ കൊടുക്കുന്നത് കൊണ്ട് ഈ യുക്രൈൻ യുദ്ധം ഉണ്ടാകും, നിരപരാധികൾ അവിടെ കൊല്ലപ്പെടും. ഈ ഉക്രൈന് കുറഞ്ഞ ചെലവിൽ ഡീസൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. അത് പറഞ്ഞില്ല. ജൂലൈയിൽ മാത്രമാണ് ഒരു ദിവസം ഉക്രൈനിലേക്ക് കയറിപ്പോകുന്ന 2700 ടൺ ഡീസലാണ് ഇവിടെ നിന്ന് കയറിപ്പോകുന്നത്. 15.5 ഇന്ത്യ കൊടുക്കുന്ന ഡീസലിന്റെ ഇത്. അത് മുമ്പ് ആ സ്ഥാനത്തുണ്ടായിരുന്നത് തുർക്കി, ഗ്രീസ് ഒക്കെ ആയിരുന്നു. അവർ പിന്നാക്കം പോയി. അതായത് ഇന്ത്യ തുർക്കി വഴിയും മറ്റുമാണ് ഈ ഡീസൽ അവിടെ എത്തിക്കുന്നത്. അപ്പം അതൊരു വിഷയം. രണ്ടാമത് സെലൻസ്കി ഇതിപ്പോ ഈ മാസം ആഗസ്റ്റ് മാസത്തിൽ ഇത് 2ാം തവണയാണ് വിളിക്കുന്നത്. മൂന്നാമത്തെ തവണയാണ് വിളിക്കുന്നത്. ആദ്യം അദ്ദേഹം വിളിച്ചു, അതിനുശേഷം നമ്മുടെ ആഗസ്റ്റ് 15-ന് ആശംസ അർപ്പിച്ചുകൊണ്ടൊന്ന് വിളിച്ചു. ഇപ്പോഴിതാ വീണ്ടും പുടിനുമായി കൂടിക്കാഴ്ചയ്ക്ക് തൊട്ട് മുമ്പ് വിളിച്ചിരിക്കുന്നു. ഇവിടെ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ നാളത്തെ ഈ ചർച്ചയിൽ എന്തെങ്കിലും തരത്തിലുള്ള തീരുമാനമായ ട്രംപ് കയറെടുക്കേ വേറെ മാർഗമുള്ളൂ. കാരണം നോബേലിന്റെ എല്ലാ പ്രതീക്ഷയും പോയി. പ്രതീക്ഷകൾ ഇങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് അദ്ദേഹം പോകുന്നത്. കാരണം യുദ്ധം തീർത്തു എന്ന് പറയുന്നിടത്തൊന്നും യുദ്ധം തീർന്നിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഇടയ്ക്ക് പുള്ളി ഇപ്പൊ പുതിയൊരു യുദ്ധം കരീബിയനിൽ തുടങ്ങിയിട്ടുണ്ട്. അവിടുത്തെ ഗുണ്ടകൾക്കെതിരെയും അല്ലെങ്കിൽ കൊള്ളക്കാർക്കെതിരെ എന്ന് പറഞ്ഞിട്ടാണ് വെനസ്വേല പിടിച്ചടക്കാൻ വേണ്ടിയിട്ടാണ് ഒരു യുദ്ധം പുള്ളി അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മയക്കുമരുന്ന് കച്ചവടം എന്ന് പറഞ്ഞൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അവിടെ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ തീർക്കും എന്ന് പറഞ്ഞിടത്ത് അനവധി യുദ്ധങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി യുദ്ധമില്ലാതിരിക്കുന്ന സ്ഥലത്ത് പുള്ളി നേരിട്ടിറങ്ങി യുദ്ധം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറുന്നു. പക്ഷെ ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങള് ഇത് അംഗീകരിക്കുമോ എന്ന് ചോദിച്ചാൽ സാധ്യതകൾ വളരെ കുറവാണ്. കാരണം ഇന്ത്യക്ക് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായി നല്ല ബന്ധമുണ്ട്. ഇപ്പോൾ ചൈനയേക്കാളും നല്ല ബന്ധം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായിട്ട് നിലവിൽ ഇന്ത്യക്കുണ്ട്. അപ്പോ ആ ബന്ധങ്ങൾ ആ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായി 2025 അവസാനമാകുമ്പോഴേക്കും നമുക്കൊരു ഫ്രീ ട്രേഡിംഗ് കരാർ ഒപ്പിടാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. അതിനിടയിലാണ് ഈ ട്രംപ് അവർക്കൂടെ പാരവെക്ക്, ഞങ്ങളോ എന്തായാലും പണി മേടിച്ചു കൂട്ടി, അതുകൊണ്ട് ഇനി നിങ്ങളോടെ ചെയ്യും. ഈ അടുത്താണ് നമ്മൾ UK-യുമായിട്ട് നമ്മളൊരു ഫ്രീ ട്രേഡിംഗ് ഒപ്പുവെച്ചത്. അവരത് ചെയ്യുമോ നമുക്കെതിരെ? കാരണം അവരിത് വളരെ കാലം കാത്തിരുന്നൊരു കരാറാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. ആസ്ട്രേലിയ പറഞ്ഞു കഴിഞ്ഞു. ആസ്ട്രേലിയ പറഞ്ഞത് എന്താണ്? ഞങ്ങൾ ഫ്രീ ട്രേഡിംഗിൽ കൂടെ ഈ സാധനങ്ങൾ അങ്ങോട്ടും താരിഫും കുന്തവും ഒന്നും ഇല്ലാതെ തന്നെയാണ് ഞങ്ങൾ ഈ നിലയിൽ എത്തിയത്. അതായത് ഞങ്ങൾ സമ്പന്നന്മാരായത് അങ്ങനെ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഇന്ത്യക്ക് മേൽ ചുമത്തിയ താരിഫിനോട് യോജിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു. ഇതിനിടയിൽ ഒരു ചെറിയ സഖ്യം അവിടെ രൂപപ്പെടുന്നു. അവിടെ ജപ്പാൻ, ദക്ഷിണ കൊറിയ, അമേരിക്ക അടങ്ങിയ ട്രൈസ് അലയൻസ്, ആ അലയൻസ് പൊളിയുന്നു. ആ അലയൻസ് മറ്റൊരു രീതിയിൽ രൂപപ്പെടുന്നു എന്നാണ് ഇന്റർനാഷണൽ മീഡിയാസ് പറയുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ് അലയൻസ് രൂപപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തര കൊറിയയെ ഒതുക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ടായിരുന്നു. ഇപ്പോൾ ആ അലയൻസിന് ചെറിയ ചേഞ്ച് വന്നിരിക്കുന്നു. ഓസ്ട്രേലിയ, ജപ്പാൻ, ഇന്ത്യ, ദക്ഷിണ കൊറിയ ഇത് ചേർന്ന് വരുന്ന ഒരു സാഹചര്യം. അങ്ങനെ
ഇവിടെ ഞാൻ ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട റോളിലേക്ക് വരുന്നു എന്ന് പറയാൻ കാരണം ധനുഷ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ജപ്പാന്റെ ഏറ്റവും വലിയ ശത്രു ചൈനയാണ്. ഇപ്പൊ ചൈനയിൽ ഈ സെപ്റ്റംബർ 3 ഒരു പരേഡ് നടക്കുന്നുണ്ട്, വിജയ് ദിൻ പരേഡ്. ആ പരേഡ് എന്തിനാണെന്ന് അറിയാവോ? ജപ്പാനെ ചൈന മുട്ടുകുത്തിച്ചതിന്റെ ആഘോഷമാണ്. അതിനാണ് പുട്ടിനും മറ്റേ കിങ് ജോൺ ഉന്നൊക്കെ വരുന്ന സംഭവം അതിനാ. അപ്പോ അങ്ങനെയുള്ള ഒരു രാജ്യം, അപ്പൊ ആ രാജ്യത്തേക്ക് പോകുന്നതിന്റെ തലേ ദിവസമാണ് മോദി ജപ്പാനിൽ ചെല്ലുന്നത്. ജപ്പാൻ അപ്പോഴെന്താണ് ചെയ്തത്? അമേരിക്കയിലേക്കുള്ള അവരുടെ യാത്ര തന്നെ റദ്ദ് ചെയ്ത് കളഞ്ഞു. ഈ ചർച്ചയ്ക്ക് പോകാനുള്ള യാത്ര, ഈ ട്രേഡിംഗ് ചർച്ചയ്ക്ക് പോകാനുള്ള യാത്ര തന്നെ വേണ്ടെന്ന് വെച്ചു. അതായത് ഇവർക്കെല്ലാം അറിയാം ഇതിന്റെ ഇടയിൽ ഒരു 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 മധ്യസ്ഥൻ വേണം. തർക്കങ്ങളുള്ളിടത്തും ഇല്ല യുദ്ധങ്ങളുള്ളിടത്തും ഒരു മധ്യസ്ഥൻ വേണം. ആ നല്ല മധ്യസ്ഥന്റെ റോളുകൾ കളിക്കാൻ ഇന്ത്യക്ക് കഴിയും എന്ന് അവർക്ക് നല്ല വിശ്വാസമുണ്ട്. ഇപ്പോൾ ഈ പുടിൻ പണ്ട് തൊട്ടേ റഷ്യ നമ്മുടെ ഒപ്പം തന്നെയാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ചൈന ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്? ബ്രിക്സ് രാജ്യങ്ങൾക്ക് ഈ ആവേശം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ പോലൊരു വലിയ വിപണിയാണ് അവരുടെ അടുത്ത് നിൽക്കുന്നത്, നിങ്ങൾ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട്. നേരെ മറിച്ച് ചൈന പറഞ്ഞാലും ഇവർ ഇറങ്ങുമോ? ചൈന എത്രയോ കാലം കൊണ്ട് ഇത് തുടങ്ങുന്നതാണ്. ഈ എത്ര അലയൻസ് അവരുണ്ടാക്കി. ഇപ്പൊ ഈ ഷഹായ് ഉച്ചകോടിയിൽ ഈ ഒരു ഓർഗനൈസേഷൻ, SCO ഓർഗനൈസേഷൻ അവർ എന്നാ ഉണ്ടാക്കിയത്? 2001 ഉണ്ടാക്കിയതാ. ഇന്ത്യ അന്നൊന്നും അതിനകത്ത് അംഗമായിരുന്നില്ല. എത്രയോ വർഷം കഴിഞ്ഞാൽ ഇന്ത്യ അങ്ങനെ അംഗമാകുന്നു. അതുകൂടാതെ പാകിസ്ഥാനും ബംഗ്ലാദേശിനെയൊക്കെ ചേർത്ത് വേറെ അലയൻസുകളുണ്ട്. അവർ ഒരുപാട് അലയൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതിനെ സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ബ്രിക്സ് എന്തുകൊണ്ട് സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ അതിൽ ഇന്ത്യ ഉണ്ട് എന്നുള്ളതാണ് ഒറ്റ ഉത്തരം. കാരണം ഇപ്പം ഈ അമേരിക്കയായിട്ട് വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ചരക്കുകൾ അത് എവിടെ കൊണ്ട് വിൽക്കും? വിൽക്കാനൊരു വിപണിയില്ല. ചൈനയിലോട്ട് കയറ്റി വിടാൻ പറ്റുമോ? ഇല്ല. അവരുടെ ചരക്ക് എങ്ങോട്ട് കയറ്റി വിടണമെന്ന് ആലോചിച്ചിരിക്കുന്നവരാണ് അവര്. അപ്പൊ എന്താണ്, ഇന്ത്യ ഒരു വലിയ വിപണി കൂടെ നിന്നിട്ട് പറയുന്നു നിങ്ങൾ ധൈര്യമായിട്ട് മുമ്പോട്ട് പോകുമെന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഒരു ബലത്തിലാണ് ഇറങ്ങുന്നത്. ഇത് കേൾക്കുമ്പോൾ സൈനികപരമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. സാമ്പത്തികപരമായിട്ട് ആ ഒരു വലിയ കരുത്തിലാണ് നിൽക്കുന്നത്. അതായത് ഇത്രയും രാജ്യങ്ങൾക്ക് ആശ്രയിക്കുക. അത് ഇന്ത്യ ഒരു കാര്യം പറയുമ്പോൾ എന്തുകൊണ്ടാണ് ലോകത്തിലെ ചെറുതും വലുതുമായ രാജ്യങ്ങൾ കേൾക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുമായി നമ്പി നിന്നാൽ പ്രയോജനമുണ്ട്. മുമ്പ് എന്തുകൊണ്ടാണ് ഈ ചെറു രാജ്യങ്ങളും മറ്റും അമേരിക്കയോട് നമ്പി നിന്നത്? കാരണം അമേരിക്ക കൊടുക്കുന്ന ഒരു ഫണ്ടുണ്ട് പല രീതിയിലും. ഇന്ന് ആ ഫണ്ടുകളില്ല അവർക്ക് കൊടുക്കാൻ. അപ്പോഴാണ് പലരും അത് വിട്ടു തുടങ്ങിയത്. ഇന്ന് ഇന്ത്യ എന്താണ് നമ്മൾ പറയുക, നല്ലൊരു ടേംസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വരൂ കച്ചവടം ചെയ്യൂ എന്ന് പറയാം. വിയറ്റ്നാം നമ്മളുമായിട്ട് നല്ല ടേംസ് ആണ്. അവിടുന്ന് ഒരു കാർ കമ്പനി ഈ അടുത്ത് വന്നു, വിൻഫീസ്റ്റോ അങ്ങനെ പറഞ്ഞൊരു കമ്പനി വന്നിട്ടുണ്ട് ഇവിടെ. ഈ ചൈന കിടന്ന് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ചൈന ഇന്ത്യ ഇപ്പൊ തുടങ്ങിയ റിലേഷൻ ഉടനെ തകരാൻ യാതൊരു സാധ്യതയുമില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയനെ വെച്ചിട്ടാണ് ട്രംപ് അടുത്ത കളിക്ക് നീങ്ങുന്നത്. ഇനി നമുക്കറിയാം, ഇനി വരും ദിവസങ്ങളിൽ നമുക്കറിയാം ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ എത്ര രാജ്യങ്ങൾ ട്രംപിന്റെ ഈ മുന്നറിയിപ്പിന് പിന്തുണ കൊടുക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു രാജ്യവും മുൻപോട്ട് വരാനുള്ള സാധ്യതകളില്ല. ഇനി ജർമ്മനി എങ്ങാനും വല്ലതും പറഞ്ഞെങ്കിൽ അതിനും സാധ്യതകളില്ല. കാരണം UK ഈ അടുത്ത് നമ്മൾ വെച്ചിരിക്കുന്ന ഒരു ഫ്രീ ട്രേഡിംഗ് കരാറുണ്ട്. ആ കരാറിനെ ലംഘിച്ചുകൊണ്ട് UK വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫ്രാൻസ് ഓൾറെഡി തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പരിപാടിക്കില്ല എന്ന് ആസ്ട്രേലിയ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ജർമ്മനി ആണെങ്കിൽ തന്നെ ജർമ്മനി നമ്മളുമായിട്ട് ഈ അടുത്തൊരു വലിയ കരാർ ഒപ്പിടുകയും ചെയ്തിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇവരാരും വരില്ല, അതിനുള്ള സാധ്യതയാണ്. അതായത് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത് ട്രംപിനി അടുത്ത് ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ ഒക്കെ ഭരണാധിപന്മാരെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ അതാ നടക്കാൻ പോകുന്ന സംഭവം. ആ പുള്ളിക്കതൊന്നും ഒരു പുത്തരിയല്ല. ഇവിടെ ആരുമായിട്ടും പുള്ളി ടേംസ് അല്ല. UK പ്രധാനമന്ത്രിയായിട്ട് ടേംസ് ആണ് അല്ല, ജർമ്മൻ ചാൻസലറായിട്ട് ടേംസ് ആണ് അല്ല, മാക്രോണുമായിട്ട് തമ്മിൽ കണ്ട അടിയാണ്. ഇതിനകത്ത് ഗ്രീസ് ഈ ടീമുകളായിട്ട് എല്ലാം പൊരിഞ്ഞടിയാണ്. ഇതിനിടയിൽ വരുന്ന മറ്റൊരു വാർത്തയുണ്ട്, തുർക്കിയും ഇസ്രായേലും തമ്മിലൊരു ഏറ്റുമുട്ടലിനെ കളമൊരുങ്ങിയിട്ടുണ്ട്. തുർക്കി അവരുടെ വ്യോമാതിർത്തി അടച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇസ്രായേലിന്റെ പ്രസിഡന്റ് അദ്ദേഹം അസർബൈജാനിൽ നടക്കുന്ന ഒരു ഇന്റർനാഷണൽ മീറ്റിങ്ങിന് പോകണം. അത് ഫ്ലൈ ചെയ്യേണ്ടത് തുർക്കിയുടെ ആകാശപാതയോട് തുർക്ക് അനുമതി നിശ്ചയിച്ചു. തുറമുഖങ്ങളൊക്കെ പൂട്ടിയിട്ട് ഇനി ഇസ്രായേലിൽ വരണ്ട. പക്ഷെ 2023 $7 ബില്യൺ കച്ചവടം ഉണ്ടായത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും. തുർക്കിക്ക് ഈ എണ്ണയുണ്ടല്ലോ, എണ്ണയും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഇസ്രായേലുമായിട്ട് കച്ചവടമാണ്. അതെല്ലാം വേണ്ടെന്ന് വെച്ചു തുർക്കി അതിന് പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് അതല്ല, ബന്ധം നേരത്തെ തന്നെ വഷളായി നിൽക്കുകയാണ്. ഇതിനിടയിലാണ് ട്രംപ് കൊണ്ടുവന്നിരുത്തിയിരിക്കുന്ന ഭരണകൂടമാണ് യമനിലുള്ളത്, സിറിയയിലൊക്കെ ഉള്ളത്. അവിടെ പൊരിഞ്ഞടി ഇസ്രായേൽ നടത്തുന്നുണ്ട്. അത് ഇതിന്റെ ഇടയ്ക്ക് അങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. പ്രേക്ഷകര് നമ്മളിപ്പം ഇസ്രായേൽ വാർത്തകൾ കൊടുക്കാതെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ വാർത്തകൾ വേറെ ഉള്ളതുകൊണ്ടാണ് കൊടുക്കാത്തത്. അതുകൊണ്ട് ഇസ്രായേലും ഒന്നും ആരും മറന്നു പോകരുത്. അവരെ ഇടയ്ക്ക് അവിടെ പണി നടത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇത്തരം വാർത്തകളിൽ അവരുടെ വാർത്തകൾ മുങ്ങിപ്പോകുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളത് കൊടുക്കാത്തത് എന്നേ ഉള്ളൂ. കാരണം അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. നമുക്കറിയാം ഇനിയിപ്പോൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ എത്ര പേര് ട്രംപിന്റെ ആഹ്വാനം ഏറ്റെടുക്കുമെന്ന്, ഇല്ലെങ്കിൽ അതിനൊരു മറുപടി നൽകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എനിക്ക് തോന്നുന്നില്ല യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ ഈ ട്രംപ് പ്രഖ്യാപിച്ചതൊക്കെ ഡബിൾ തീരുവയും ഉപരോധവും ഒന്നും. കാരണം ഉപരോധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെയാണ് ദോഷം, നമുക്ക് യാതൊരു ദോഷവും, നമുക്ക് ദോഷം വരും ഇല്ലെന്നല്ല, അവർക്ക് തന്നെയാണ് അതിന്. കാരണം ഈ ക്രൂഡ് കൊണ്ടുവന്നിട്ട് ഈ ക്രൂഡ് ഇവിടെ ശുദ്ധീകരിച്ചിട്ട് അത് കൂടുതലും കയറിപ്പോകുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്കാണ്.
അവര് ഈ നഷ്ടം സഹിച്ചുകൊണ്ട് ഇന്ത്യയുടെ അടുത്ത് പറയുകയാണ്, നിങ്ങളോട് എനിക്ക് കച്ചവടം വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എവിടുന്നാണ് ഇവർ ഇതിന്റെ ഇരട്ടി വില കൊടുത്ത് ഇവർ വാങ്ങണ്ടേ? ഇവരുടെ കൂടെ നിൽക്കുന്ന ഒരു രാജ്യമാണ് ചെക്കോസ്ലോവിയ. ചെക്കോസ്ലോവിക്ക പറഞ്ഞെന്താണ്? അവരുമായിട്ട് എത്ര പെട്ടെന്ന് രമ്യത റഷ്യയായിട്ട്, ഞങ്ങൾക്ക് അവരെ പിണക്കാനൊന്നും പറ്റില്ല, അയർത്ത് കിടക്കുക, അവർക്കും വേണം ഓയിൽ. ഈ ജർമ്മനിയുടെ 55% ഗ്യാസും ഓയിലും ചെല്ലുന്ന എവിടുന്നാ പോകുന്നത്? ഇനി ഇതിന്റെ ഇടയ്ക്ക് ഒരു വലിയ വിചിത്രമായ കാര്യമുണ്ട്, അത് എനിക്ക് തോന്നുന്നു ആരും അഡ്രസ് ചെയ്യാത്തൊരു കാര്യമുണ്ട്. ഒരാഴ്ചക്ക് മുമ്പ് അമേരിക്കയിൽ ഏറ്റവും വലിയ ഈ ഗ്യാസ് കമ്പനിയുണ്ട്, ആ കമ്പനിയും പെട്രോളിയം കമ്പനിയും റഷ്യയുമായിട്ട് കരാർ ഒപ്പിട്ട്, ഏറ്റവും വലിയ കമ്പനിയാണ്, അവര് ഡയറക്റ്റ് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ട്രംപ് ഇപ്പോൾ ഉദ്ദേശിക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പം ഇന്ത്യയായിട്ടുള്ള ഉടക്കിന് പല കാരണങ്ങളുണ്ട് അദ്ദേഹത്തിന്. ഇപ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ ഇപ്പൊ ഇന്ത്യ ചെയ്യുന്ന ക്രൂഡ് ഓയിൽ എല്ലാം കൂടെ ഇവിടുന്ന് കൊണ്ടുവന്ന് ശുദ്ധീകരിച്ച് ഞങ്ങൾ തരാം എന്നതായിരിക്കാം അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരു ഫോർമുല. കാരണം ഈ കഴിഞ്ഞ ആഴ്ചയാണ് അമേരിക്കയിലെ 2 വൻകിട കമ്പനികൾ അവിടെ ഇപ്പോൾ റഷ്യയിൽ പോയിട്ട് കരാർ ഒപ്പിട്ടിരിക്കുന്നത്, ഈ ക്രൂഡ് ഓയിൽ കൊണ്ടുവരാനും ഇത് കൊണ്ടുവരാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്താ നടക്കുന്ന ഒരു പിടുത്തവുമില്ല. ട്രംപ് കളിക്കുന്നത് എന്ത് കളിയാണ്? എനിക്ക് ഇപ്പോഴും സംശയമുണ്ട് ഈ ഓപ്പറേഷൻ സിന്ദൂർ ട്രംപിന്റെ ഒരു കളിയായിരുന്നു എന്നുള്ളത്. കാരണം പാകിസ്ഥാനെ ഇളക്കി വിട്ടുകൊണ്ട് അപ്പൊ ട്രംപ് ചിലപ്പോൾ ഒരുപക്ഷെ കരുതി കാണും, പണ്ട് ഇന്ത്യ ചെയ്ത കണക്ക് ഒരു ചെറിയ സർജിക്കൽ സ്ട്രൈക്ക് നടത്തും, അപ്പൊ താൻ പോയി ഇടപെട്ട് ഇത് പെട്ടെന്ന് തീർക്കാന്ന്. പക്ഷെ ട്രംപ് ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്ക് പാകിസ്ഥാനിൽ കയറുന്ന അടിച്ചു എന്ന് മാത്രമല്ല, അവരുടെ തന്നെ സൈനിക ക്യാമ്പ്, ഈ ബേസ്, അമേരിക്ക തന്നെ വലിയ സപ്പോർട്ട് കൊടുക്കുന്ന സൈനിക ബേസിൽ തന്നെ കയറി ഇന്ത്യ അടിച്ച്. അത് ട്രംപ് പ്രതീക്ഷിച്ച് കാണത്തില്ല. പക്ഷെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന സ്റ്റേറ്റ്മെന്റ് വിട്ടു പുള്ളി, ഏതാ എനിക്ക് നോബൽ വേണം, ഞാനാണ് ഇത് തീർത്തത് എന്നുള്ളത്. അങ്ങനെ അനവധി കാര്യങ്ങൾ. ഞാൻ പറഞ്ഞില്ല, ട്രംപ് കളിച്ച കളികളെല്ലാം തന്നെ പാളി. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ട്രംപ് അധികാരത്തിൽ ഏറുന്നതിന് മുമ്പ് തന്നെ പല രാജ്യങ്ങളും അതിനെ നേരിടാനുള്ള ഒരു മുന്നൊരുക്കം നടത്തിയിരുന്നു. അതിലൊന്ന് ബ്രിക്സ് ആണ്, മറ്റൊന്ന് RIC ആണ്. അതിനിടയിൽ ഇപ്പൊ നമുക്ക് തോന്നുന്നത് ഈ പറയുന്ന ദക്ഷിണ കൊറിയയും ജപ്പാനും ആസ്ട്രേലിയയും എല്ലാം നേരത്തെ കരുതിയിരുന്നതാണ് എന്നാ തോന്നുന്നു. ഇല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഈ മൂവ്മെന്റ് നടക്കില്ല. ഈ ഷാങ് ഉച്ചകോടിക്കകത്ത് ഇവർ പെട്ടെന്ന് വരുന്നു, പെട്ടെന്ന് ട്രേഡിങ്ങിനുള്ള കാര്യങ്ങൾ റെഡിയാക്കുന്നു. അങ്ങനെ പെട്ടെന്ന് സംഭവിക്കേണ്ട കാര്യമല്ലത്, നിരന്തരം എത്ര ചർച്ചകൾ കൂടെ നടക്കേണ്ടതാണ്. അപ്പൊ അതിനർത്ഥം എന്താണ്? മുൻപ് നടന്ന ബ്രിക്സിലും ഈ SCO മീറ്റിംഗ് കസാഖിലും ഒക്കെ നടന്നതിന്റെ ഫലമാണ് ഇപ്പോൾ. അതായത് ട്രംപ് വരുന്നതിന് മുമ്പ് തന്നെ ട്രംപിന് തടയിടാനുള്ള ഒരു മുന്നൊരുക്കം ഇവർ നടത്തിയിരുന്നു എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം.